ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തുടനീളം വൻ പ്രചാരമാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ലഭിച്ചിരിക്കുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ശീലങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ സംരംഭങ്ങളും പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ തുടർച്ചയായി ഈ മാസം 17-ന് 1000 സ്ഥലങ്ങളിലായി നടന്ന ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവിൽ 50,000-ലധികം പേർ പങ്കെടുത്തു. സാമൂഹ്യ ഇടപെടൽ, ആരോഗ്യം, പരിസ്ഥിതി അവബോധം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. രാജ്യവ്യാപകമായി 1000 സ്ഥലങ്ങളിലായി നടന്ന പരിപാടിയിൽ 50,000-ലധികം പേർ പങ്കെടുത്തു. സൈക്ലിംഗിനെ ആരോഗ്യകരവും സുസ്ഥിരവുമായ ഗതാഗത മാർഗമായി പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ സംരംഭത്തിന്റെ ലക്ഷ്യമാണ്. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മാൻസുഖ് മാണ്ഡവ്യ ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന ദർശനം നാം യാഥാർത്ഥ്യമാക്കണമെന്ന് തുടർന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത അദ്ദേഹം പറഞ്ഞു. മലിനീകരണത്തിനുള്ള പരിഹാരവും സുസ്ഥിരതയ്ക്ക് പ്രധാന സംഭാവന നൽകുന്നതുമാണ് സൈക്ലിംഗ് എന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നാഷണൽ സെന്റർ ഫോർ എക്സലൻസ് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ 8 കിലോമീറ്റർ സൈക്ലിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ഇതിൽ 150 പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് പരിശീലകയും കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവുമായ മമത പ്രഭു, ദ്രോണാചാര്യ അവാർഡ് ജേതാവും ഗുസ്തി പരിശീലകനുമായ രാജ് സിംഗ് ചിക്കാര തുടങ്ങിയ പ്രമുഖർ ഫിറ്റ്നസ് സൈക്ലിംഗിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനായി പരിപാടിയിൽ പങ്കെടുത്തു. മലിനീകരണം കുറയ്ക്കുന്നതിൽ സൈക്ലിംഗിന്റെ പങ്ക് എടുത്തു കാണിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസർമാരായ വിശാൽ സാവന്ത്, മുകേഷ് സോനാവാനെ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. മുംബൈയിലെ പരിപാടിക്ക് പുറമെ സായ് റീജിയണൽ സെന്റർ മുംബൈയുടെ അധികാര പരിധിയിലുള്ള 11 സ്ഥലങ്ങളിലാണ് ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവ് നടത്തിയത്. സിൽവാസയിലെ ഖേലോ ഇന്ത്യ സ്റ്റേറ്റ് സെന്റർ ഫോർ എക്സലൻസ് NCOE ഔറംഗാബാദ്, കോലാപൂരിലെ റാഷിവാഡയിലെ കൊൽഹാപൂർ ജില്ലാ രാഷ്ട്രീയ തലീം സാങ് തുടങ്ങിയ പ്രമുഖ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും വിവിധ സ്ഥലങ്ങളിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവിൽ വ്യാപകമായ പങ്കാളിത്തം ഉണ്ടായി. MIT ADT സർവകലാശാലയും പൂനെയിലെ ശിവഛത്രപതി സ്പോർട്സ് കോംപ്ലക്സും വിജയകരമായ സൈക്ലിംഗ് പരിപാടികൾ സംഘടിപ്പിച്ചു. ഇത് ഫിറ്റ്നസും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രാദേശിക സമൂഹത്തെ ഉൾപ്പെടുത്തി. ഗോവയിൽ സായ് STC പോണ്ടയും സായ് STC പെഡമും രാജ്യവ്യാപകമായ ഈ സംരംഭത്തിൽ പങ്കുചേർന്നു. അതേസമയം ജൽഗാവയിലെ ഖണ്ഡേഷ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഏകലവ്യ ക്രീഡാ സങ്കുലും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. കൂടാതെ സതാനയിലെ ബാഗ്ലാൻ സൈക്കിൾ ഫൗണ്ടേഷനും നാസിക്കിലെ നാസിക് സൈക്കിൾ ഫൗണ്ടേഷനും ഈ ഡ്രൈവിന്റെ വിജയത്തിന് സംഭാവന നൽകി. ഈ പരിപാടികളിൽ അത്ലറ്റുകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പ്രാദേശിക സൈക്ലിംഗ് ക്ലബ്ബുകൾ, മൈ ഭാരതിലെ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 1600-ലധികം പേർ പങ്കെടുത്തു. ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗിന്റെ ഭാഗമായി തിരുവനന്തപുരം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റീജിയണൽ സെന്ററിൽ സൈക്ലിംഗ് റാലി സംഘടിപ്പിച്ചു. ഡോക്ടർ രാജൻ N ഖൊബ്രഗഡെ, ഋഷിരാജ് സിംഗ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. സൈക്ലിംഗ് റാലി സായ് RC LNCPയിൽ നിന്ന് ആരംഭിച്ച് ടെക്നോ പാർക്കിൽ സമാപിച്ചു. ഫിറ്റ്നസ്, പരിസ്ഥിതി അവബോധം, സമൂഹ ഐക്യം എന്നിവ വളർത്തിയെടുക്കുക എന്ന ഫിറ്റ് ഇന്ത്യ ദൌത്യത്തിന് ശക്തി പകരുന്നതായിരുന്നു ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ഡ്രൈവ്. വൻ ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരവും ഹരിതാഭവുമായ ഒരു ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ചുവടുറപ്പിക്കുകയാണ് ഫിറ്റ് ഇന്ത്യ സംരംഭം.